ഇപ്പൊ ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോയാ അത് വലിയ പ്രശ്നമായി തീരും. അതെ, ചേച്ചിയോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞയക്കണം. അതെ, അമ്മയ്ക്ക് ആരതി സമർപ്പിച്ചോളാ. ഒരേ ഒരു നിമിഷം അവനെയും ശ്രീകറും വരട്ടെ. ഏട്ടാ, ഈ ആവനിയും ശ്രീകറൊക്കെ എവിടെ പോയി? ഞാനും അവരെ കണ്ടില്ല വേദ. അവരെ കുറിച്ച് ഇപ്പോഴാണോ അന്വേഷിക്കുന്നത്? അവർക്കിവിടെ അമ്പലമൊന്നും അല്ല, എന്തോ പാർക്കോ ബീച്ചോ ഒക്കെ പോലെയാണ്. വരൂ ചേച്ചി. ചേച്ചി, എന്തു പറ്റി? എന്റെ കൂടെ അവരിപ്പോ ആവനിയെ കണ്ടു കഴിഞ്ഞാ ആവനി എന്റെ അനിയത്തിയാണെന്നുള്ള കാര്യം തിരിച്ചറിയും. ആ പാപികളുടെ കണ്ണ് എന്തായാലും ഒരിക്കലും ഇവരുടെ മേൽ വീഴാൻ പാടില്ല. എന്തു പറ്റി ചേച്ചി? ഞാൻ വരുന്നില്ല മോനെ, നിങ്ങൾ പോയിക്കോളൂ. ഇത്രയും ദൂരം വന്നിട്ട് അത് ഏത് ദേവിയോട് പറഞ്ഞാലും ആരോട് പ്രാർത്ഥിച്ചാലും ഞങ്ങളുടെ ജീവിതം എങ്ങനെയാ മോനെ. എനിക്കിപ്പോ അങ്ങോട്ട് വരാൻ തോന്നുന്നില്ല. ഇപ്പൊ എന്നെ നിർബന്ധിക്കരുത്. നിങ്ങൾ ചെല്ലാൻ നോക്ക്. ഞാൻ സൗമ്യം കൊണ്ട് വീട്ടിലോട്ട് പോട്ടെ. ഓക്കെ, ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്ത് തരാം ചേച്ചി. നിങ്ങൾ എല്ലാരും ഒരുമിച്ച് വന്നതായിരിക്കില്ലേ? അവിടെ എല്ലാരും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും. നിങ്ങൾ ചെല്ലാൻ നോക്ക്. സൗമ്യയെ ഇനി അളിയന്റെ കൂടെ എങ്ങും വിടരുത് ചേച്ചി. ശ്രദ്ധിക്കണേ. അവനെ പോയിട്ട് വരാം. പോയിട്ട് വരട്ടെ മോനെ. ശരി. നിങ്ങളുടെ തിടുക്കത്തിലെ ചേച്ചീനെ മോളെയും വിളിച്ചെങ്കിലും എത്ര വലിയ പ്രശ്നത്തിലേക്ക് അവരെ വിളിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഞാൻ മുരളിയുടെ അനിയത്തിയല്ല, സുജാതയാണ് എന്റെ ചേച്ചിയെന്ന് അവരറിഞ്ഞ വേറെ കുടുംബം ഉണ്ടെന്ന് അവര് തിരിച്ചറിയുമായിരുന്നു. തന്റെ ചേച്ചി അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ നമ്മുടെ കല്യാണത്തെ പറ്റി വീട്ടിൽ അറിഞ്ഞിട്ടില്ലെന്നുള്ള സത്യം മനസ്സിലാക്കിയ ഞാനാകെ ടെൻഷൻ അടിച്ചു പോയി. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തിരിച്ചു പറഞ്ഞയച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചു. ലക്കിലി ചേച്ചിയേട്ടനെ പോയി. അമ്മയും അച്ഛനും അവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും ഏട്ടാ. നമുക്കെന്നാ പോയാലോ? നിങ്ങൾ എവിടെയായിരുന്നു? കൂട്ടം തെറ്റിപ്പോയൊരു കുട്ടിയെ അവളുടെ അമ്മയുടെ അടുത്താക്കാൻ പോയതാ അമ്മേ. അളിയനിപ്പോ വാതുറന്ന കള്ളം മാത്രമേ പറയാറുള്ളൂ. ഇതെങ്കിലും സത്യമാണോ അളിയ? ആണെങ്കിലും ഒക്കെ അമ്മേ, അച്ഛനും അമ്മയും പെട്ടെന്ന് തന്നെ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയണേ. ആ സത്യം മറ്റൊരു പ്രശ്നത്തിന് കാരണമാവാത്ത രീതിയിൽ നീ കാത്തോലണേ അമ്മേ. അമ്മേ, ദേവിക്ക് നിങ്ങളുടെ കൈകൾ കൊണ്ട് ആരതി ഒഴിഞ്ഞാലും. അമ്മേ, ഉത്സവം യാതൊരു തടസ്സങ്ങളും ഇല്ലാണ്ട് പരിപൂർണ വിജയമായിരിക്കണു. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ തിരുമേനി.
അങ്ങനെ ആയിക്കോട്ടെ. എല്ലാവരും തന്നെ സൂക്ഷിച്ച് വീട്ടിലേക്ക് പൊക്കോളൂ. നമുക്ക് ഇറങ്ങിയാലോ? അമ്മേ, എന്താ ശ്രീ? ഞാൻ അവനെയും കൂട്ടിയിട്ട് വരാം. അമ്മ പൊക്കോളൂ. അതെന്താ? അമ്മേ, പോകുന്ന വഴിയിൽ അവനിക്കെന്തോ വാങ്ങാനുണ്ട്. വേഗം എത്തിയേക്കണേ. ഞാൻ നിങ്ങളുടെ കൂടെ വരണോ ചേട്ടാ? അതിന്റെ ആവശ്യമില്ല. രണ്ടുപേർക്കും നിങ്ങൾ കൂടുതൽ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. വാ പോവാം. പെട്ടെന്ന് വന്നേക്കണേ. ശരി. സൂക്ഷിക്കണേ മോനെ. വാ ചേട്ടാ. വാ വേദ. എങ്ങോട്ടാ ഏട്ടാ? അത് എനിക്കെന്താ ജോലിയൊക്കെ ഉണ്ടെന്ന് കളവ് പറഞ്ഞു. എങ്ങോട്ടാ ഏട്ടാ എന്നെ കൊണ്ടുപോകുന്നേ? ജ്വല്ലറിയിലേക്കാ. എന്തിനാ? താലി ആരോ മോഷ്ടിച്ചോണ്ട് പോയില്ലേ? ചെയിനും താലിയും ഒക്കെ വാങ്ങിക്കണ്ടേ? എന്താ ആലോചിക്കുന്നേ? നിങ്ങൾ കെട്ടിയ താലി ഉണ്ടായിരുന്നെങ്കിൽ അത് കല്യാണ ദിവസത്തിന്റെ ഓർമ്മകളുടെ പ്രതിരൂപമായി മാറിയേനെ. പക്ഷെ ഷോപ്പിൽ പോയി അതിനു പകരം മറ്റൊന്ന് വാങ്ങിയ ഏതോ ഒരു ഓർണമെന്റ് ധരിച്ചതുപോലെ തോന്നുള്ളൂ ഏട്ടാ. താലിയെ കള്ളം മോഷ്ടിച്ചോണ്ട് പോയ നിമിഷം തൊട്ട് എന്റെ താലി എനിക്ക് തന്നെ തിരിച്ചു തരണേ അമ്മയെന്ന് ഞാൻ ഈ അമ്മയോട് പ്രാർത്ഥിക്കുകയായിരുന്നു ഏട്ടാ. നിങ്ങൾ എത്ര വാങ്ങി തന്നാലും എനിക്കതിന്റെ സമാനമാവില്ല ഏട്ടാ. എനിക്ക് സന്തോഷം ഉണ്ടാവില്ല. മോഷ്ടിച്ചോണ്ട് പോയ മുതല് അത് തിരിച്ചു കിട്ടുന്നുള്ള വിശ്വാസം അത് എത്രത്തോളം സത്യമാണ് അവനി. അത് കിട്ടിയില്ലെങ്കിലോ? കഴുത്തിൽ താലിയിടാതെ തനിക്ക് പറ്റുമോ? ഓരോ സെക്കൻഡിലും ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ താൻ ഇനി ഒന്നും വേറെ ആലോചിക്കണ്ട. വേഗം വാ. എന്റെ താലി മോഷ്ടിച്ചത് ഇയാളാണ് സർ. നമ്മളെ മോളെ താലി. വളരെ വളരെ നന്ദിയുണ്ട് സർ. ഇറ്റ്സ് ഓക്കെ മോളെ. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. കോൺസ്റ്റബിൾസ്, വേഗം ഇവരെ പിടിച്ച് വണ്ടി കയറ്റേ. താൻ ആഗ്രഹിച്ച പോലെ നടന്നില്ലേ? സന്തോഷമായോ? തന്റെ പ്രാർത്ഥനയ്ക്കും തന്റെ സ്നേഹത്തിനുള്ള ശക്തി ഇത്രത്തോളം ഉണ്ടായിരുന്നോ? തന്റെ വിശ്വാസം അതത്രയും ശക്തിയുള്ളതാ. അത് നിങ്ങൾ കിട്ടിയ താലിയുടെ ബലമാണ് ഏട്ടാ. ഈ താലിയുടെ ബലം പോലെ നമ്മുടെ ബന്ധത്തിനും ശക്തി ഉണ്ടാവിനി. അത് നിങ്ങൾ തന്നെ എന്റെ കഴുത്തിലണിയിക്ക. മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പൈസയില്ല. ഉണ്ടെങ്കിൽ 1000 രൂപ എനിക്ക് തരാമോ? ഇന്നാൾ എന്തോ ആവശ്യത്തിന് 1000 വാങ്ങി. എപ്പോഴും ഇങ്ങനെ ചോദിച്ചാൽ തരാൻ പറ്റില്ല.
ഇപ്പൊ തന്നെ കൊറേ വാങ്ങിയിട്ടുണ്ടല്ലോ. ഞാൻ ഇനി ഒരിക്കലും ചോദിക്കില്ല ചേച്ചി, ഈ ഒരു പ്രാവശ്യം കൂടി തരണം. അതെ അമ്മേ, ഫീസ് അടച്ചില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് എന്നെ പറഞ്ഞു വിടൂന്ന് അവര് പറഞ്ഞിരിക്കുന്നേ. ഓഫറ് തീർന്നു പോയി, പൈസ ഇല്ലാഞ്ഞിട്ട് റീചാർജ് ചെയ്തില്ല. നമ്മൾ ലൊക്കേഷനിലെത്തി. തന്നെ ജോലിക്ക് വിടുന്നത് എനിക്കിഷ്ടമല്ല. താൻ പറഞ്ഞപ്പോ സമ്മതിക്കാതെ വേറെ നിവൃത്തിയില്ല. ഉത്തരവാദിത്തത്തിന്റെ ഭാരം മുഴുവൻ അളിയൻ ഏറ്റെടുത്തില്ലെങ്കിലും കുറഞ്ഞത് അയാൾക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലും ഒരു സഹായം ചെയ്തിരുന്നെങ്കിൽ എന്റെ ചേച്ചി ഇത്രയ്ക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. സ്കൂളിലെ ഫീസ് അടയ്ക്കാൻ കഴിയാതെ, മൊബൈല് പോലും റീചാർജ് ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ കണ്ടപ്പോ എനിക്ക് ഒരുപാട് വിഷമായേട്ടാ. ചേച്ചി വീട്ടുജോലിക്കാരിയായി പോകുന്നത് എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ടേട്ടാ. കല്യാണം കഴിഞ്ഞ നാള് മുതൽ അളിയൻ ചേച്ചിനെ ഒരു വേലക്കാരിയെ പോലെ ആ വീട്ടിൽ ബന്ധിച്ചു എന്നല്ലാതെ സ്നേഹത്തോടെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകുന്ന പോലും ഞാനിതുവരെ കണ്ടിട്ടില്ല. അതിപ്പോ സൗമ്യയുടെ കാര്യമാണെങ്കിലും കുട്ടിക്കാലത്ത് പിള്ളേരൊക്കെ കളിപ്പാവ് വേണമെന്നും ഉടുപ്പുകൾ വേണമെന്നും അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കും. അവള് ഞങ്ങൾ വളർത്തിയ ചക്കരക്കുട്ടിയ. ഒരിക്കലും വായി തുറന്ന് ഒരാവശ്യവും പറഞ്ഞിട്ടില്ല. ഇനി അഥവാ ഞാൻ വാങ്ങിയാലും എന്തിനാ മാമി പണം ചെലവാക്കുന്നേന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവളുടെ ആഗ്രഹങ്ങൾ അടക്കും. അവിടെ എന്റെ ചേച്ചിയുടെ വീട്ടിൽ ഇപ്പൊ പട്ടിണിയാണെന്ന് ആലോചിക്കുമ്പോ എനിക്ക് എന്റെ തൊണ്ടയിൽ നിന്നൊന്നും ഇറങ്ങുന്നില്ല. അതുകൊണ്ട് എനിക്കെന്റെ ചേച്ചിയെ പരിപാലിക്കണം. അവരുടെ ആവശ്യങ്ങൾ എനിക്ക് നിറവേറ്റണം. എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങളോട് ചോദിക്കുമ്പോൾ എനിക്കെന്തോ വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. ദയവേദനോട് മറ്റൊന്നും തോന്നരുത്. എത്ര വലിയ മനസ്സാവനി തൻ്റേത്. മറ്റുള്ളവരുടെ കുടുംബം എന്തായാലും എന്താന്നും എന്റെ കുടുംബം നന്നായിരുന്നാ മതി എന്ന് പറയുന്ന ലോകമായത്. ഇങ്ങനൊരു ലോകത്തില് ചേച്ചിയെ പറ്റിയുള്ള തന്റെ ആവലാതി അതാലോചിക്കുമ്പോ എനിക്ക് അത്ഭുതം തോന്നുന്നു. സഹോദരങ്ങളായ ഇങ്ങനെ വേണമെന്ന് അഭിമാനത്തോടെ ഉറക്കെ പറയാൻ തോന്നുക അവനി. ബോത്ത് ആർ ഗ്രേറ്റ് സിസ്റ്റേഴ്സ്. താൻ ചെന്നോളൂ, ഞാൻ പുറത്തിവിടെ തന്നെ ഉണ്ടാവും. ശരി. ചെല്ല്. എന്തു പറ്റി? ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞോടെ കെട്ടിയോനെ. ഓ സോറി. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. നമ്പർ 1 ഗൈഡ് അല്ലേ, അവര് സെലക്ട് ചെയ്യും. താൻ ചെല്ല്.
സുരേന്ദ്രൻ ഒരു നല്ല ഓഫറും തന്നു, 5 ലക്ഷവും തന്നു. ആ 5 ലക്ഷം നിന്റെ ചേച്ചി കടം കൊടുക്കാനുള്ളവർക്ക് കൊടുത്ത് എന്നെ വീണ്ടും പിച്ചക്കാരനാക്കി. അതുകൊണ്ടാ നിനക്ക് വേണ്ടിയുള്ള വേട്ട ഞാൻ വീണ്ടും തുടങ്ങി. അന്ന് ഗ്രാമോത്സവത്തിൽ വെച്ച് നിന്നെ ഞാൻ കണ്ടത് എനിക്ക് തോന്നിയൊന്നുമല്ല. എക്സ്ക്യൂസ് മീ, രാമചന്ദ്രൻ സാറിനെ കാണണം. ഇവിടുന്ന് സ്ട്രൈറ്റ് പിന്നെ റൈറ്റ്. താങ്ക് യു. ഓക്കെ. മേ ഐ കം ഇൻ സർ? കമിൻ. ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സർ. ഐ എം ആവനി സർ. റെസ്യൂമെ ഞാൻ മെയിൽ ചെയ്തിരുന്നു. മോർണിംഗ് വരാനുള്ള റിപ്ലൈയും കിട്ടി. ഓക്കെ ഓക്കെ. ഞാൻ വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. ടോപ്പ് 10-ല് 3rd പ്ലേസിലുള്ള ഗൈഡാണ്. എന്നെക്കുറിച്ച് എന്റെ റെസ്യൂമെ കണ്ടാ അറിയാലോ. എക്സലന്റ് റെസ്യൂം, നോ ഡൗട്ട്. ഇടയ്ക്ക് ഞാൻ മറ്റൊരു ട്രാവൽസില് ഗൈഡായിട്ട് ജോലി ചെയ്തപ്പോ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് എനിക്ക് ഒരുപാട് ഓഫറുകൾ വന്നിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ എനിക്കൊരു ജോബിന് ആവശ്യമുണ്ട്. ഞാൻ ഈ ജോലിക്ക് ആപ്റ്റാണെന്ന് തോന്നിയ ഈ ജോബ് എനിക്ക് തരാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നിന്റെ കാലിബർ എന്താണെന്ന് എനിക്കറിയാം. ഒരു ഗൈഡ് എന്ന നിലയ്ക്ക് നിനക്ക് നല്ല പേരുമുണ്ട്. താങ്ക് യു സർ. തന്നെ പോലെ ഒരാൾക്ക് ജോലി തന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിക്കും അതിൻ്റെതായ പേരുണ്ടാവും. അത് മുൻപത്തെ കാര്യം. ബട്ട് ഇപ്പൊ ജോബ് തന്നാ വലിയ പ്രോബ്ലം ആകും. അതുകൊണ്ട് ജോലി തരാൻ സാധ്യമല്ല. ഐ എം വെരി സോറി. പ്രോബ്ലം എന്താണ് സർ? എന്നെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം തന്നിട്ട് എന്തിനെന്നെ റിജക്ട് ചെയ്യുന്നത്? ഫൈനാൻസ് മിനിസ്റ്ററുടെ മകൻ സുരേന്ദ്രയുമായി നിങ്ങൾക്ക് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അവൻ നിങ്ങളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യവും ഞങ്ങൾക്കറിയാം. നിങ്ങൾക്കിവിടെ ജോലി തന്നാൽ അവനത് എന്തായാലും അറിയും. ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളെ അയാൾ അറ്റാക്ക് ചെയ്താലോ? അപ്പോൾ ഞങ്ങൾക്കത് പ്രശ്നമാവില്ലേ? എൻ്റെ അടുത്ത് മാത്രമല്ല, നിങ്ങൾ മറ്റേത് ഓഫീസിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ഇതേ പ്രോബ്ലം തന്നെ നേരിടേണ്ടതായിട്ട് വരും. എന്നോടൊന്നും തോന്നരുത്. പൊയ്ക്കോളൂ പ്ലീസ്. ഈ ജോലി എനിക്ക് വളരെ ആവശ്യമുണ്ട് സർ. എൻ്റെ ഓഫീസ് ഇവിടെ തന്നെ നിലനിൽക്കണമെന്ന് എനിക്കും ആഗ്രഹമുള്ളതുകൊണ്ടാ മോളെ. എന്നെ ഒന്ന് മനസ്സിലാക്കണം സർ. എന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ച് സുരേന്ദ്രനെ വിളിച്ച് കാര്യം അറിയിക്കുമായിരുന്നു. നിങ്ങളൊന്ന് കാര്യം മനസ്സിലാക്കുക. പോകാൻ നോക്ക് പ്ലീസ്. അതെ അനിയ. എന്താ? അതെ, ഈ ഫോട്ടോ ഒന്ന് നോക്കിയേ. ആ കണ്ടു. അതിനെന്താ? ഇവളെ നിങ്ങൾ ഇവിടെങ്ങാനും മുമ്പ് കണ്ടിരുന്നോ ഓർത്തെ? കണ്ടിട്ടില്ല. ഓ, അഥവാ കണ്ട എന്നെ ഒന്ന് അറിയിക്കണേ. എന്തു പറ്റി? ചേച്ചി, ഈ ഫോട്ടോ ഒന്ന് നോക്കിയേ. എന്തു പറ്റി? അതെ, ഈ ഫോട്ടോ ഒന്ന് നോക്കിയേ. എന്തു പറ്റി? ചേച്ചി. എന്തു പറ്റി? ചേച്ചി. എന്തു പറ്റി?
ഇതെന്റെ സഹോദരി ഇപ്പൊ അവളെ കാണുന്നില്ല. നിങ്ങൾ ഇവിടെ എങ്ങാനും കണ്ടോ അവളെ? ഞാൻ കണ്ടില്ല. ഇവളെ കണ്ട ഒരു മനുഷ്യനും ഈ നാട്ടിൽ ഇല്ലേ? ആ സാറിനോട് ചോദിക്കാം. എക്സ്ക്യൂസ് മീ ബ്രദർ. ബോസ്, നിങ്ങളോ? എന്നെ ഓർമ്മയുണ്ടോ? അന്ന് ഗ്രാമോത്സവത്തിന് അന്ന് നിങ്ങൾ എനിക്ക് 8,000 രൂപ സഹായിച്ചില്ലേ? ഞാൻ വേറെ കാര്യത്തിന് വന്നതാ, എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ പോ. എന്നെങ്കിലും നമ്മൾ കാണുമെന്ന് അന്ന് ഞാൻ പറഞ്ഞില്ലേ? ദാ ഇപ്പൊ നടന്നില്ലേ? ശരിക്കും വിശ്വസിച്ച എല്ലാം നടക്കും സാർ. എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ പോവാൻ പറഞ്ഞില്ലേ? നിങ്ങളും ഈ നാട്ടിൽ തന്നെയാ? അപ്പോ നിങ്ങൾക്ക് എന്നെ എന്തായാലും സഹായിക്കാൻ പറ്റും. പൈസക്ക് വേണ്ടി തെണ്ടുന്നതാണോ നിന്റെ പണി? ഞാൻ തരില്ല, പോ. ചേച്ചി ഇത്തവണ പൈസയ്ക്ക് വേണ്ടി അല്ല ബോസ്. ദേ നോക്കേ, ഈ ഫോട്ടോ നോക്കിയേ. പേര് ആവനി, എന്റെ സഹോദരിയാ. നല്ല ബ്യൂട്ടിഫുള്ളാ. ഇത്രയും കാലം ഈ ബ്യൂട്ടി എന്റെ വീട്ടിൽ തന്നെയായിരുന്നു. എന്റെ സഹോദരിയെ ആര് കല്യാണം കഴിച്ചാലും അവൻ ഭാഗ്യം ചെയ്തവനാ. എന്താന്ന് വെച്ചാ അവളൊരു 1.5 പീസ്. എന്തിനാ എന്നെ കഴുത്തി പിടിക്കുന്ന ബോസ്? വിട്. അവളെ കുറിച്ച് ഞാൻ പറയുമ്പോ നിങ്ങൾ ആസ്വദിക്കാതെ ഇങ്ങനെ കഴുത്തി പിടിക്കുന്ന എന്തിനാ? പെൺകുട്ടികൾ ഒരിക്കലും എന്റർടൈൻമെന്റ് അല്ലടാ. ഇനി ഒരു കുട്ടിയെ പറ്റിയോ മോശമായിട്ട് നീ സംസാരിക്കരുത്. മനസ്സിലായി ബോസ്. ചത്തുപോകും ഞാൻ. പ്ലീസ് എന്നെ ഒന്ന് വിട്.